സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ? അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ? ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതിടയ്ക്ക് കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടിയൊക്കെ അവർക്കൊന്നും കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങള്. നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ? ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്നില്ലേ? നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ? അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. എനിക്ക് തോന്നുന്നു പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം. ഇനി മേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചങ്കുറപ്പോടെ പറയാനായിട്ട് പിതാക്കന്മാര് ഉണർന്നെഴുന്നേൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. അവരുടേതാണെങ്കിൽ അവർക്ക് കൊടുത്തരും. നമ്മൾ എന്തിനാ അങ്ങ് ആരാണ് എന്നെനിക്കറിയില്ല. എങ്കിലും അങ്ങയോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം കൊണ്ട് ഞാൻ പറയുകയാണ്, ആരെയാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്? ഈ ഒരു മിഥ്യാധാരണ ഒരു പ്രായം വരെ കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഈ ഓണം എന്ന ആഘോഷം ആഘോഷിക്കുന്ന ഒരുപാട് ആൾക്കാരിലോ ഉള്ളൊരു മിഥ്യാധാരണയാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ളൊരു കാര്യം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 3 ലോകങ്ങളുടെയും അധിപനാണ് മഹാബലി എന്ന ചക്രവർത്തി. അദ്ദേഹം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും അധിപനാണ്. അപ്പോൾ അദ്ദേഹത്തെ എന്തിനാണ് ഈ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത്? ഇത് തന്നെ ഒരു കോൺട്രാസ്റ്റ് അല്ലേ, ഒരു വൈരുദ്ധ്യമല്ലേ? ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധത്തിലാണ് മഹാബലി എന്ന ആ ചക്രവർത്തിയുടെ, വാമനൻ മഹാബലി എന്ന ചക്രവർത്തിയുടെ കഥ വരുന്നത്. അപ്പോൾ കഥ ഞാൻ വളരെ വിവരിച്ച് ഞാൻ പറയുന്നില്ല. ശരിക്കും ഇതിനകത്ത് ചില കീ എലമെൻറ്റ്സ് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, ആ യഥാർത്ഥ കഥ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മഹാവിഷ്ണു തൻ്റെ ഭക്തനായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വാമനൻ എന്ന അവതാരമായിട്ട് വരുന്നത്. മഹാബലി തൻ്റെ തെറ്റു മനസ്സിലാക്കി ഭഗവാന് മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ താൻ ഭഗവാന്റെ മുന്നിൽ ശിരസ് താഴ്ത്തി കൊടുക്കുകയാണ്. തൻ്റെ അഹങ്കാരം അവിടെ താഴ്ത്തി വയ്ക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ഭഗവാൻ പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ശ്രീരാമൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നത് പാദം കൊണ്ടാണ്. എന്തിനേറെ പറയുന്നത്, നമ്മുടെ ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ ബാഹുബലി. ആ ബാഹുബലിയിൽ കട്ടപ്പ ബാഹുബലിയുടെ കാലെടുത്തിങ്ങനെ തലയിൽ വെക്കുന്ന ഒരു സീൻ, അത് 2-3 ഇൻസിഡൻസ്. അദ്ദേഹം വളർന്നു വന്നതിന് ശേഷവും ആ ബാഹുബലിയുടെ കാലെടുത്തിങ്ങനെ ശിരസിൽ വെക്കുന്ന അത് നമുക്ക് കാണാൻ കഴിയും. സോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് കൈകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്നിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ട് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലം എന്നൊരു ലോകത്തേക്ക് അദ്ദേഹത്തെ അയക്കുകയാണ്. അപ്പം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സുതലത്തിൻ്റെ രാജാവാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ മന്വന്തരത്തിന് ശേഷം ഇപ്പോൾ ഇന്ദ്രനാണ് ദേവന്മാരുടെ അധിപനായ പദവി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്വന്തരം കഴിയുമ്പോഴത്തേക്ക് മഹാബലി ചക്രവർത്തിയെ അടുത്ത ഇന്ദ്ര പദവി കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൂടാതെ തന്നെ സുതലത്തിൻ്റെ കാവൽക്കാരനായി നോക്കിക്കോണേ. അപ്പോൾ ഭക്തനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭക്തന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സുതലം എന്ന സ്വർഗലോകത്തേക്കാൾ ശ്രേഷ്ഠമായൊരു ലോകം കൊടുക്കുന്നു. കൂടാതെ ആ സുതലത്തിൻ്റെ കാവൽക്കാരനായി അദ്ദേഹം അവിടെ നിൽക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്, കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് ഒരു ഭക്തന് ലഭിക്കേണ്ടത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം നമ്മൾ ഈ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ ആ ഒരു
ഒരു വികല്പമായ കഥ. ഒരു 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 പരിധി വരെ ഞാനും അത് അങ്ങനെയായിരുന്നു ഞാനും ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയല്ല. റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജെമിനി യൂസ് ചെയ്യാം, ഗൂഗിൾ യൂസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വളരെ വ്യക്തമായ, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇലാബറേറ്റഡ് ഫോമിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കും അറിയത്തില്ലായിരുന്നു ഈ കാര്യം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ എൻ്റെ കഥ വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ അറിവ് മറ്റൊരാൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യൂ. താങ്ക് യു. ഈ ഒരു കാര്യം കൂടി പറയാതെ നിർത്തിയാൽ ഈ വീഡിയോ അപൂർണമാവുമെന്ന് കരുതി ഞാനൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് ഭാരതമാണ്. എല്ലാറ്റിനെയും, എല്ലാ സംസ്കാരത്തെയും സ്വന്തം സംസ്കാരമായി സ്വീകരിച്ച ഒരു മണ്ണാണ് ഭാരതം. ഇവിടെ എത്രയോ മതസ്ഥരുണ്ട്. അവരുടെ എല്ലാവരുടെയും ആഘോഷങ്ങളെ പരസ്പരം അങ്ങനൊരു വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ലാതെ എത്രയോ ആൾക്കാർ ആഘോഷിക്കുന്നു. അത് ഈദാകട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഓണം ആവട്ടെ, അങ്ങനെ ഒരു വിഭിന്നത കൽപ്പിക്കാതെ എല്ലാവരും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമത്വസുന്ദരമായ ഒരു രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഈ ചേരിതിരിവുകൾ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ അത് നല്ല കാര്യമാണോ? ഒരിക്കലും ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങ് ഓണം ആഘോഷിക്കേണ്ട, പക്ഷേ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും, ഇവിടെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം.